നമസ്കാരം. ബിലാത്തി NHS വാർത്താ അപ്ഡേറ്റുകളിലേക്ക് സ്വാഗതം. ആരോഗ്യ പരിചരണ മേഖലയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യ വാർത്തകൾ ചുരുക്കത്തിൽ. സ്തനാർബുദ പരിശോധനയിൽ റെക്കോർഡ് മുന്നേറ്റം. 10 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ സ്ത്രീകൾ മാമോഗ്രാം പരിശോധനയ്ക്കെത്തുന്നു. കുട്ടികൾക്കായി പുതിയ വാക്സിനേഷൻ ക്യാമ്പയിൻ സ്റ്റേ സ്ട്രോങ് ഗെറ്റ് വാക്സിനേറ്റഡ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഒവേറിയൻ ക്യാൻസർ നിർണയത്തിന് ടാമ്പൺ. നേരത്തെയുള്ള രോഗനിർണയത്തിന് പുതിയ വഴിത്തിരിവ്. NHS സുരക്ഷാ വീഴ്ച. ഗുണനിലവാരമില്ലാത്ത സർജിക്കൽ ഗൗണുകൾ രോഗികൾക്ക് ഭീഷണിയാകുന്നു. AI-യും മാനസിക ആരോഗ്യവും. ഗൂഗിൾ AI-യുടെ തെറ്റായ നിർദ്ദേശങ്ങളിൽ അന്വേഷണവുമായി മൈൻഡ്. സാമ്പത്തിക പ്രതിസന്ധി. 7 ഇന്റഗ്രേറ്റഡ് കെയർ സിസ്റ്റങ്ങൾ 400 മില്യൺ പൗണ്ടിന്റെ അധിക ചെലവിൽ. ഭിന്നശേഷിക്കാർക്ക് ആശ്വാസം. ജീവിത ചെലവ് നേരിടാൻ പ്രതിവർഷം 400 പൗണ്ട് അധിക ധനസഹായം. വാർത്തകൾ വിശദമായി. ബ്രസ്റ്റ് ക്യാൻസർ പരിശോധനയിൽ വൻ മുന്നേറ്റം. ഇംഗ്ലണ്ടിൽ NHS ബ്രസ്റ്റ് ക്യാൻസർ പരിശോധനയ്ക്ക് എത്തുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വൻ വർധനവ്. കഴിഞ്ഞ വർഷം 1.94 ദശലക്ഷം സ്ത്രീകൾ മാമോഗ്രാം പരിശോധന നടത്തി. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 2 ലക്ഷത്തോളം കൂടുതലാണ്. ആദ്യമായി പരിശോധനയ്ക്ക് എത്തുന്നവരുടെ എണ്ണം 63.6% ഉയർന്നു. കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. നേരത്തെയുള്ള രോഗനിർണയത്തിലൂടെ ഏകദേശം 20,000 ക്യാൻസർ കേസുകൾ കണ്ടെത്താനായി. ഇത് ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കാൻ സഹായിച്ചു. വിക്ടോറിയ ഡെർബിഷെയർ, ജൂലിയ ബ്രാഡ്ബറി തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്ത ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ഇതിന് വലിയ കരുത്തായി. കുട്ടികൾക്കായി പുതിയ വാക്സിനേഷൻ ക്യാമ്പയിൻ. രാജ്യത്ത് മീസിൽസ് പോലുള്ള രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ പുതിയ ക്യാമ്പയിൻ ആരംഭിച്ചു. സ്റ്റേ സ്ട്രോങ് ഗെറ്റ് വാക്സിനേറ്റഡ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഇംഗ്ലണ്ടിൽ പ്രതിവർഷം 5000 മരണങ്ങളും ലക്ഷക്കണക്കിന് ആശുപത്രി പ്രവേശനങ്ങളും തടയാൻ വാക്സിനേഷനിലൂടെ സാധിക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ ലക്ഷ്യമായ 95% വാക്സിനേഷൻ നിരക്കിലേക്ക് എത്താൻ മാതാപിതാക്കൾ സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. ഒവേറിയൻ ക്യാൻസർ തിരിച്ചറിയാൻ ടാമ്പൺ. ഒവേറിയൻ ക്യാൻസർ നേരത്തെ കണ്ടെത്താൻ പ്രത്യേക മെഡിക്കൽ ടാമ്പണുകൾ സഹായിക്കുമെന്ന് ഗവേഷകർ. UK-യിൽ പ്രതിവർഷം 7500 സ്ത്രീകൾക്ക് ഈ രോഗം ബാധിക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം പേരും രോഗം പടർന്ന ശേഷമാണ് ചികിത്സ തേടുന്നത്. ആദ്യഘട്ടത്തിൽ രോഗം കണ്ടെത്തിയാൽ 95% അതിജീവന സാധ്യതയുണ്ടെന്ന് ഒവേറിയൻ ക്യാൻസർ ആക്ഷൻ വ്യക്തമാക്കുന്നു. NHS-ൽ സുരക്ഷാ വീഴ്ചയും സർജിക്കൽ ഗൗൺ തിരിച്ചുവിളിക്കലും. നിലവാരമില്ലാത്ത ഓപ്പറേറ്റിംഗ് ഗൗണുകൾ ഉപയോഗിച്ചതിലൂടെ ആയിരക്കണക്കിന് രോഗികൾ സൂപ്പർബഗ് ഭീഷണിയിലായതായി റിപ്പോർട്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് 150ഓളം NHS ട്രസ്റ്റുകളിൽ നിന്ന് ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഗൗണുകളും ഡ്രേപ്പുകളും തിരിച്ചുവിളിച്ചു. ഇത് ശസ്ത്രക്രിയകൾ വൈകാൻ കാരണമായേക്കും. ഇതിനു പുറമെ ബോൺ സിമെന്റ് ക്ഷാമം മൂലം ജോയിന്റ് സർജറികളും പ്രതിസന്ധിയിലാണ്. ഗൂഗിൾ AI-ക്കെതിരെ അന്വേഷണം. ഗൂഗിളിന്റെ AI ഓവർവ്യൂസ് മാരകമായേക്കാവുന്ന തെറ്റായ മെഡിക്കൽ നിർദ്ദേശങ്ങൾ നൽകിയെന്ന ഗാർഡിയൻ അന്വേഷണത്തിന് പിന്നാലെ പ്രമുഖ ചാരിറ്റിയായ മൈൻഡ് പ്രത്യേക അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. AI സാങ്കേതിക വിദ്യ മാനസിക ആരോഗ്യ മേഖലയിൽ വരുത്തുന്ന അപകട സാധ്യതകളും ആവശ്യമായ നിയന്ത്രണങ്ങളും ഈ കമ്മീഷൻ പഠിക്കും. NHS സാമ്പത്തിക പ്രതിസന്ധിയിൽ. UK-യിലെ 7 ഇന്റഗ്രേറ്റഡ് കെയർ സിസ്റ്റങ്ങൾ ചേർന്ന് 400 മില്യൺ പൗണ്ടിന്റെ അധിക ചെലവ് പ്രതീക്ഷിക്കുന്നതായി റിപ്പോർട്ട്. കെന്റ് ആൻഡ് മിഡ്വേ, ഹംബർ ആൻഡ് നോർത്ത് യോർക്ക്ഷയർ തുടങ്ങിയ സിസ്റ്റങ്ങളാണ് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത്. ആകെ 31 സിസ്റ്റങ്ങൾ ഈ വർഷം സാമ്പത്തിക നഷ്ടത്തിലായിരിക്കുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഭിന്നശേഷിക്കാർക്ക് 400 പൗണ്ട് അധിക ധനസഹായം. ജീവിത ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 1,50,000 ഭിന്നശേഷിക്കാർക്ക് ആശ്വാസമായി സർക്കാർ പ്രഖ്യാപനം. സോഷ്യൽ കെയർ സ്വീകരിക്കുന്നവർക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി പ്രതിവർഷം കുറഞ്ഞത് 400 പൗണ്ട് അധികം കൈവശം വയ്ക്കാൻ സാധിക്കുന്ന തരത്തിൽ മിനിമം ഇൻകം ഗ്യാരണ്ടി 7% വർദ്ധിപ്പിച്ചു. കൂടാതെ വീടുകൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ 723 മില്യൺ പൗണ്ടിന്റെ ഗ്രാന്റും സർക്കാർ അനുവദിച്ചു. ഇതോടെ ഈ ആഴ്ചയിലെ ബിലാത്തി NHS വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളും വാർത്തകൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.